നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധുവോ ഒരു അത്യാവശ്യത്തിന് നമ്മുടെ കാർ ഒന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി നമ്മുടെ ഒരു ആവശ്യത്തിനായി അവരിൽ നിന്നും ചോദിച്ചു വാങ്ങാറുണ്ട്. പക്ഷേ ഇങ്ങനെ മറ്റൊരാളുടെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളുടെ കരിയറോ ജീവിതമോ തന്നെ തകരാൻ സാധ്യതയുള്ള ചില അപകടങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? AI ക്യാമറയുടെ വശത്തു നിന്നുള്ള പണി മുതൽ ജയിലിൽ പോകാവുന്ന കുറ്റകൃത്യങ്ങൾ വരെ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മറ്റൊരാളുടെ കാർ ഓടിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിയമപരമായ എല്ലാ വശങ്ങളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. വീഡിയോ മുഴുവനായും കാണുക. കാരണം ഇതിലെ ഓരോ പോയിന്റും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് രൂപയും വലിയ മനസ്സമാധാനവുമാണ്. ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും AI ക്യാമറകളാണ്. ഏകദേശം 726ഓളം ക്യാമറകളാണ് സംസ്ഥാനത്തുടനീളം വിന്യസിച്ചിരിക്കുന്നത്. നിങ്ങൾ സുഹൃത്തിൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് ഇടാനോ മറന്നാൽ ഉടൻ തന്നെ ഉടമയുടെ ഫോണിലേക്ക് മെസ്സേജ് പോകും. പലപ്പോഴും ഉടമ ഇതറിയുന്നത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ ഒരേ യാത്രയിൽ 5 ക്യാമറയിൽ ഹെൽമെറ്റ് ഇല്ലാതെ പെട്ടാൽ 5 തവണയും പിഴ അടയ്ക്കേണ്ടതായി വരും. വണ്ടി ഓടിക്കുന്ന നിങ്ങളാണെങ്കിലും പിഴ അടയ്ക്കേണ്ടി വരുന്നത് ആ വാഹനത്തിൻ്റെ ഉടമയായിരിക്കും. അതുകൊണ്ട് മറ്റൊരാളുടെ വണ്ടി നിങ്ങൾ ഓടിക്കാനായി എടുക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടി ഓടിക്കുമ്പോഴത്തേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ പാലിക്കുക. അതാണ് മര്യാദ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈസൻസ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 3 അനുസരിച്ച് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. പക്ഷെ സെക്ഷൻ 5 എന്നൊരു വകുപ്പ് കൂടിയുണ്ട്. ഇതനുസരിച്ച് ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വണ്ടി നൽകിയാൽ ഉടമയും കുറ്റക്കാരനാണ്. ഇതിന് 5000 രൂപയാണ് പിഴ. ഇനി വണ്ടി ഓടിക്കുന്നത് ഒരു കുട്ടിയാണെങ്കിലോ പണി ഇതിലും വലുതാണ്. 25000 രൂപ പിഴയും രക്ഷിതാവിന് 3 വർഷം വരെ തടവും ലഭിക്കാം. കൂടാതെ ആ കുട്ടിയുടെ ലൈസൻസ് 25 വയസ്സ് വരെ കിട്ടത്തുമില്ല. അതുകൊണ്ട് സുഹൃത്തിന് ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വണ്ടി നൽകുക, അല്ലെങ്കിൽ വണ്ടി വാങ്ങുക. പലരും വിചാരിക്കുന്നത് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആര് ഓടിച്ചാലും കുഴപ്പമില്ലല്ലോ എന്നാണ്. ഒരു പരിധി വരെ ഇത് ശരിയാണ് കേട്ടോ. പക്ഷെ ഓടിക്കുന്ന വ്യക്തി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി 1 രൂപ പോലും നൽകില്ല. മറ്റൊരു പ്രധാന കാര്യം നോ ക്ലെയിം ബോണസ് അഥവാ NCB ആണ്. അപകടം വരുത്താതെ 1 വർഷക്കാലം മുഴുവൻ വാഹനം ഓടിക്കുകയാണെങ്കിൽ, സൂക്ഷിച്ചോടിക്കുകയാണെങ്കിൽ ഉടമയ്ക്ക് പ്രീമിയത്തിൽ 20% മുതൽ 50% വരെ കിഴിവ് കിട്ടും. നിങ്ങൾ വണ്ടി കൊണ്ടുപോയി ഒരു ചെറിയ തട്ട് തട്ടിയാൽ പോലും ഉടമയ്ക്ക് ആ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത ഈ ബോണസ് മുഴുവൻ നിങ്ങൾ മൂലം നഷ്ടപ്പെടും. ഇത് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ്. അതുകൊണ്ട് ചെറിയ തകരാറുകൾ പറ്റിയാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പണമെടുത്ത് അത് നന്നാക്കി നൽകുന്നതാണ് മര്യാദ. ഇനി ചില ക്രിമിനൽ ട്രാപ്പുകളെ കുറിച്ച് പറയാം. ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും നിർണായകമായ ഭാഗം. മറ്റൊരാളുടെ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടിയിൽ എന്തെങ്കിലും നിരോധിത വസ്തുക്കൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? വണ്ടിയിൽ നിന്ന് കഞ്ചാവോ മദ്യമോ കണ്ടെടുത്താൽ പോലീസ് ഡ്രൈവറെയാണ് ആദ്യം പ്രതിയാക്കുക. സുഹൃത്ത് വെച്ചതാണ്, എനിക്കറിയില്ല, ഇതെന്റെ വാഹനമല്ല, സുഹൃത്തിൻ്റെതാണെന്നൊക്കെ നിങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. NDPS നിയമപ്രകാരം ഇത്തരം കേസുകളിൽ പെട്ടാൽ വണ്ടി കണ്ടുകെട്ടും, ഡ്രൈവർ ജയിലിലാവുകയും ചെയ്യും. അതുകൊണ്ട് മറ്റൊരാളുടെ വാഹനം എടുക്കുമ്പോൾ ഡിക്കിയിലും സീറ്റിനടിയിലും നിയമവിരുദ്ധമായ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. മറ്റൊരാളുടെ വാഹനം നിങ്ങളുടെ ആവശ്യത്തിനായി നിങ്ങൾ കൊണ്ടുപോകുന്നു. ആ സമയത്ത് നിയമം മാത്രമല്ല, വാഹനം തിരികെ ഏൽപ്പിക്കുമ്പോൾ ചില മര്യാദകളും നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. വണ്ടി തിരിച്ചു നൽകുമ്പോൾ എടുത്തതിനേക്കാൾ അല്പം കൂടുതൽ ഇന്ധനം നിറയ്ക്കുന്നത് നല്ലൊരു രീതിയാണ്, നല്ലൊരു മര്യാദയുടെ ഭാഗമാണ്. വണ്ടിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുകയോ വേസ്റ്റ് ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ആ വാഹനം നിങ്ങളുടേതല്ല. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സ്വന്തം വാഹനം വിട്ടു നൽകിയിട്ട് സ്വന്തം ചെലവിൽ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്ന ഗതികേടുകാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. RC, ഇൻഷുറൻസ്, PUC എന്നിവയുടെ വാലിഡിറ്റി പരിവാഹൻ ആപ്പ് വഴി മുൻകൂട്ടി പരിശോധിക്കണം. പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 10,000 പിഴയെന്ന് മറക്കരുത്. മറ്റൊന്ന്, ദൂരയാത്രയ്ക്കാണെങ്കിൽ ഉടമയുടെ ഒരു അനുമതി പത്രം, ഓതറൈസേഷൻ ലെറ്റർ കയ്യിൽ കരുതുന്നത് പോലീസ് പരിശോധനയിൽ നിങ്ങൾക്ക് വളരെ ഗുണകരമാവും. അപ്പോൾ സുഹൃത്തുക്കളെ, മറ്റൊരാളുടെ വാഹനം ഓടിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്ന കാര്യത്തിൽ സംശയമില്ല. സുരക്ഷിതമായി വണ്ടി ഓടിക്കുക, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങളുടെ വണ്ടി കടം വാങ്ങുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.